കശ്മീരിൽ സുരക്ഷാ സേനയുടെ ഒരു വമ്പൻ ഓപ്പറേഷൻ നടന്നിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു. ഈ വമ്പൻ ഓപ്പറേഷനിൽ 1500 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ സേന വൻ ഓപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് താഴ്വരയിൽ നിന്നും 1500-ലധികം ആൾക്കാരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഭൂഗർഭ ജോലികളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ സൈന്യം തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇവരുടെ ഒത്താശയിലൂടെയാണ്, അതായത് ഈ കശ്മീരിൽ താമസിക്കുന്ന ആൾക്കാരുടെ കൂടെ ഒത്താശയിലാണ് ഭീകരവാദം അവിടെ തഴച്ചു വളരുന്നത്. ഭീകരവാദികൾ കശ്മീരിലേക്ക് പ്രവേശിക്കുന്നത്, അവർക്ക് സകല ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ഇവരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ സേന ഓരോ പ്രദേശത്തും വനങ്ങളിലും വലിയ തോതിലുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തി വരികയാണ്. ഇതോടൊപ്പം സംശയാസ്പദമായ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. താഴ്വരയിലെ സമഗ്ര സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊപ്പം എല്ലാ പോയിന്റുകളിലും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 35 വർഷത്തിൽ ആദ്യമായി കശ്മീർ സമ്പൂർണ്ണമായി അടച്ചിട്ട് വലിയൊരു ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മുടെ സേന സംയുക്തമായി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ജമ്മു കശ്മീരിൽ 17 പ്രാദേശിക തീവ്രവാദികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സുരക്ഷാ സേനയുടെ റിപ്പോർട്ടാണിത്. ദേശീയ അന്വേഷണ ഏജൻസി NIA ഈ വിഷയം അന്വേഷിക്കാനും പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ജമ്മു കശ്മീരിൽ നിലവിൽ 56 തീവ്രവാദികൾ സജീവമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആക്രമകാരികൾ പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കശ്മീരിലേക്ക് പ്രവേശിച്ചതായി പറയപ്പെടുന്നു. ജമ്മു കശ്മീരിൽ നിലവിൽ കുറഞ്ഞത് 56 വിദേശ ഭീകരരെങ്കിലും സജീവമാണെന്നാണ് കണക്ക്. ഇതിൽ 18 പേർ ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണെന്നും 3 പേർ ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരാണെന്നും 35 പേർ ലഷ്കർ ഇ ത്വയ്ബ ഭീകരരാണെന്നും പറയപ്പെടുന്നു. സുരക്ഷാ സേന സൂക്ഷിച്ചിരുന്ന രേഖകളിലാണ് ഈ കണക്കുകൾ ഉള്ളത്. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നിലെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ ത്വയ്ബയുടെ നിഴൽ സംഘടന അഥവാ പ്രോക്സി സംഘടനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കം നമ്മുടെ സൈന്യം തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ലക്ഷ്യം ഈ ഭീകരവാദത്തിന്റെ സൂത്രധാരനും ഈ TRF എന്ന് പറയുന്ന സമ്പൂർണ്ണമായിട്ടുള്ള സംഘടനയും അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും കശ്മീരിൽ വലിയ രീതിയിലുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.